നമസ്കാരം, അനൂപ് ആക്ഷൻ വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലിന്റെ വീടിന്റെ മുന്നിലാണ്. ഏഷ്യനെറ്റിലും മാതൃഭൂമിയിലെല്ലാം ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തല്ലുള്ളൂന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഫൈസലിന്റെ വീടിന്റെ മുന്നിലാണ് വന്നേക്കുന്നത്. പുള്ളിയുടെ വേറെ കുറച്ച് കമ്പനിക്കാരൊക്കെ വിളിച്ചിട്ടാണ് ഇവിടെ വന്ന് ഇതെടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തമ്മനം ഫൈസലിന്റെ വീടിന്റെ ഉള്ളിലോട്ട് കയറാം. അപ്പത്തിൽ തമ്മനം ഫൈസൽ കുറെ ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് മാതൃഭൂമി ന്യൂസിലെ ഒരു വേശ്യാലയം റെയ്ഡ് ചെയ്ത് അതിൽ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലാണ് ആ വേശ്യാലയം നടത്തുന്നു എന്നെല്ലാം ഉള്ളൊരു വാർത്ത വന്നിരുന്നു. അതെല്ലാം സത്യമാണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇതിൽ തമ്മനം ഫൈസൽ ഈ കേസിൽ പ്രതിയല്ല എന്നാണ്. പോലീസുകാരുടെ റിപ്പോർട്ടിലും തമ്മനം ഫൈസലില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതേപോലുള്ള ഗുണ്ടാത്തലവന്മാരുടെ പേര് ഈ മാതൃഭൂമി ന്യൂസും ഈ ഏഷ്യനെറ്റൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് എന്ന് നമുക്ക് തമ്മനം ഫൈസലോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലിൻ്റെ വീട്. ഈ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്നുണ്ടോ? ഇവിടെ കള്ളന്മാരൊക്കെ കയറാണ്ടിരിക്കാൻ വേണ്ടി സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് സെറ്റാണ്. അത് മാത്രമല്ല കംപ്ലീറ്റ് CCTV ക്യാമറയും എന്താണെന്നറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും കയറി നോക്കാം. ചേട്ടാ കൂട്ടിയിട്ടേക്കണ സൗണ്ട് കേൾക്കണുണ്ട്. ആരായിരുന്നു? ഞാനേ ഫൈസലൊന്ന് കാണാൻ വേണ്ടി വന്നോ. ആളില്ലായിരുന്നല്ലോ, പുറത്തു പോയാ? ഇല്ലേ, ഇല്ല, പുറത്തു പോയിട്ടുള്ളൂ. ഒന്ന് വിളിക്കോ, നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നോ. ഒന്ന് വിളിച്ചു നോക്കണം, ഒന്ന് വെയിറ്റ് ചെയ്യും പുറത്ത്. ഒന്ന് വിളിക്കട്ടെ. ഒന്ന് വിളിക്കട്ടോ. ഓക്കെ. എൻ്റെ പൊന്നോ, ഗേറ്റ് തുറന്നവനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു വിട്ടോ. പണ്ടാരോ എൻ്റെ സൈസ് വെച്ചാൽ. അപ്പോൾ എന്തായാലും ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസൽ ഇവിടെ ഇല്ല, പുറത്തു പോയേക്കാണ്. ഇപ്പോൾ പുള്ളി വിളിച്ചിട്ടുണ്ട്, വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും തമ്മനം ഫൈസലിൻ്റെ വീഡിയോ എടുത്തിട്ട് നമ്മൾ അനൂപ് ആക്ഷൻ വ്ളോഗ്സിലോട്ട് പോകുന്നു. പ്രസിദ്ധ ഗുണ്ടാത്തലവൻ തമ്മനം ഫൈസലിനെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ നമുക്ക് കാണാട്ടോ. ഞാൻ ഗേറ്റ് തുറക്കണം കേട്ടോ. ആളെ വിളിച്ചിട്ടുണ്ട്, ഇപ്പം വരാന്നാ പറഞ്ഞത്. പോരുമല്ലേ? ഒരു 2 മിനിറ്റ് കൊണ്ട് വരും. എവിടെ പോക്കണേ? കാവലൊക്കെ വരാൻ പോയതാണ്, ഇപ്പോൾ വരും. ഓക്കെ, ശരി. പുള്ളി വന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യട്ടെ. അതിനെ പുറത്ത് കിട്ടണം. അപ്പോൾ കംപ്ലീറ്റ് ക്യാമറയും സെറ്റപ്പും ഉണ്ട്. കണ്ടോ, ഗേറ്റുകളൊക്കെ നമ്മൾ കയ്യേറി പിടിച്ച കയ്യൊക്കെ തീർപ്പോൾ അങ്ങനത്തെ സെറ്റപ്പാണ് ചെയ്ത് വെച്ചേക്കണം. ബുള്ളറ്റിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ട്. ഇല്ല, അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പുള്ളിയാണെന്ന് തോന്നുന്നു. പുള്ളി തന്നെ കേട്ടോ തമ്മനം ഫൈസൽ. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരാളെ സുഹൃത്തുക്കളുണ്ട് അങ്കമാലി കൂട്ടുകാരൻ. ഇതാണ് വെച്ചാൽ തമ്മനം ഫൈസൽ. എൻ്റെ അമ്മ പുള്ളിനൊക്കെ എൻ്റെ അമ്മ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേ. എന്തായിരുന്നു ഇതാ വീടല്ലേ? അങ്ങനെ കുറേ വാർത്തയിലൊക്കെ ഇപ്പോൾ സംഭവം ഇപ്പോൾ തമ്മനം ഫൈസൽ നിറഞ്ഞേക്കണോണ്ടേ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന സംഭവമൊക്കെ. നമുക്കൊരു ചാനലുണ്ട്, അതിലിടാൻ വേണ്ടി വന്നു. നമസ്കാരം. ഈ തമ്മനം ഫൈസൽ ഇപ്പോൾ വാർത്തകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വേശ്യാലയം റെയ്ഡ് നടത്തി. അവിടെ നിന്ന് തമ്മനം ഫൈസൽ ഓടിപ്പോയി. നമ്മൾ മാതൃഭൂമി ന്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സത്യാവസ്ഥ ഒക്കെ അറിയാൻ വേണ്ടി വന്നതാണ് സംഭവം. പിന്നെ അവിടെ നിന്ന് കുറേ പെൺകുട്ടികളെ റെയ്ഡിലൂടെ പിടിച്ചു. അതിൻ്റെ എല്ലാം ഉത്തരവാദി തമ്മനം ഫൈസലാണ് എന്നൊക്കെ വാർത്ത വന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ താങ്കളുടെ ഒരു വീഡിയോ കാണാൻ എനിക്ക് ഇടവന്നു. ഞാൻ ഇതിന് നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയാനാവുന്നത്. ഈ ഒരു കേസായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് എന്താണെന്നും കൂടി എനിക്കറിയാൻ പാടില്ല. ഇത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വക്കീലിനെ വെച്ച് അന്വേഷിച്ചപ്പോൾ ഇതിൽ എൻ്റെ പേരോ അല്ലെങ്കിൽ FIRൽ എൻ്റെ പേരോ പോലീസുകാർ എൻ്റെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് താങ്കൾ ആ സമയത്ത് എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. 6 മണിക്കാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കണേ. ഞാൻ 5:50 ഇവിടെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ക്യാമറയുണ്ട്. ഞാൻ ക്യാമറ ഫുട്ടേജ് എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് കമ്മീഷൻ ഓഫീസിലാണ്. അതായത് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് DCP ബഹുമാനപ്പെട്ട നമ്മുടെ DCP അവരുകൾ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഇതിൽ പോലീസുകാർ വിളിപ്പിക്കും, നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഞാൻ അതിന് 3:30 തൊട്ട് 5 മണി വരെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോണേക്കര പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ നേരെ 5 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. നേരെ ഇവിടെ 5:50 എത്തി. 5:50 ഇവിടുത്തെ ക്യാമറയിൽ എന്ത് ചെയ്യാൻ 6 മണിക്കാണ് അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ്. അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത്. ഞാൻ എന്താണ് എനിക്ക് മനസ്സിലായി. എനിക്ക് 2 എണ്ണം ആകാനായിട്ട് എനിക്ക് പറ്റൂല. ഇതെന്ത് കളിയാണെന്നോ, ഈ മാതൃഭൂമി ചാനലാണ് ഇത് ഇറക്കിയേക്കണേ. ഇവർക്ക് എന്താണിത് പറ്റിയെന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കണമല്ലോ. ഇതൊക്കെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഒരാളെ അങ്ങോട്ട് അടിച്ച് തറ പറ്റിക്കുക. ഇപ്പോൾ ഞാൻ തല്ലി കേസാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം. പെണ്ണ് കേസ് എനിക്ക് എൻ്റെ മോളുള്ളതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. മോനുള്ളതാണ്.
വൈഫിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. ഞാൻ ഈ ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെ നോക്കും, ഇവരുടെ ഈ ഇങ്ങനെ വേഷം കെട്ടുകൾ, ഈ വേശ്യാലയം പോലത്തുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പേര് വെക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി വല്ല നമ്മുടെ ശത്രുക്കളെ വല്ല പൈസ കൊടുത്തിട്ട് ഇവർ ചെയ്തതാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആൾക്കാരെ നമ്മൾ പിടിക്കും. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴത്തേക്കും അതിനുള്ളതിന് എത്രയും കൂടി നമ്മൾ അതിന് നിലപാടുകൾ നമ്മൾ എടുക്കും. അങ്ങനെയാണ് എൻ്റെ തീരുമാനം. അപ്പം മാതൃഭൂമിക്കെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ? അല്ല, കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസുകാരെ ഈ കേസിൽ വിളിപ്പിച്ച സ്റ്റേഷനിൽ? ഇല്ല, പോലീസുകാർ വിളിപ്പിച്ചാലല്ലേ എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ഞാൻ തന്നെ പറഞ്ഞേ, FIR പേരോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയോ. ഞാൻ എൻ്റെ വീട്ടിലാണ് ഇവിടെ, ഞാനിവിടെ തന്നെ ഉണ്ടാവും, ഞാൻ എങ്ങും പോകാറില്ല. എന്നെ പോലീസുകാർ ഇവിടെ വന്ന് വിളിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ചാൽ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരാളാണ്. എന്നെ അങ്ങനെ വിളിപ്പിക്കാറില്ല. കാരണം നമ്മളതിന് വേറെ പ്രശ്നങ്ങൾക്കൊന്നും ഇങ്ങനെ വഴി പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നുമില്ല. നമ്മൾ അങ്ങനെ ജംഗ്ഷനിൽ കൂട്ടുകൂടി അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മളില്ല. നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാവും, കരാട്ട പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സ്വസ്ഥമായിട്ടുള്ള ജീവിതം, ബിസിനസ് ഉണ്ട്, ടിപ്പറുണ്ട്, ടാങ്കറുണ്ട്, സമാധാനമായിട്ട് ജീവിക്കുന്നു. ഉണ്ണിരാജ IPS താങ്കൾക്കെതിരെ ഒരു സംഭവം ഇറക്കിയിട്ടുണ്ടായി. ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം, എന്നിട്ട് അതിനെപ്പറ്റി താങ്കളൊന്ന് പ്രതികരിക്കണം. ഉണ്ണിരാജ പറഞ്ഞിട്ടുണ്ടായി, ഉണ്ണിരാജനെ താങ്കൾ പണ്ട് ഭീഷണിപ്പെടുത്തി. ഉണ്ണിരാജ പറയേണ്ട 6 അടി പൊക്കമുള്ള തമ്മനം ഫൈസൽ എന്നുള്ള ഗുണ്ട എന്നെ ഭീഷണിപ്പെടുത്തി, പിടിച്ചപ്പോൾ കാണിച്ചു തരാം, യാതൊരു വിധ ഭയമില്ലാത്ത ഒരാളാണ് ഇദ്ദേഹം എന്നൊക്കെ ഉണ്ണിരാജ പറയുന്നൊരു സംഭവം ഉണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. തമ്മനം ഫൈസലൊന്ന് ഞങ്ങൾ പറയാൻ പറ്റും ഇതെന്താ സംഭവം? എനിക്കറിയാം, എന്തായാലും നമുക്ക് പ്രേക്ഷകര ആ ഉണ്ണിരാജ IPS പറയുന്ന കാര്യങ്ങൾ ഒന്ന് കാണിച്ചു കൊടുക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. സ്പിരിറ്റ് വണ്ടികൾ ഇയാൾ പിടിച്ചെടുത്ത് മറിച്ചു വിൽക്കുന്ന ഏർപ്പാടുണ്ടെന്നുമാണ് തുടർന്ന് മനസ്സിലായത്. അപ്പം എനിക്ക് തോന്നി ഐസജു നല്ല ഹെൽത്തി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രൂപം എനിക്ക് തോന്നുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള 5 അടി 10 ഇഞ്ച് ഉയരം വരുന്ന ഒരാളാണ്, എന്തും ചെയ്യാൻ മടിക്കാത്ത സാഹസികനാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഒരു തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഒരു അറിയപ്പെടുന്ന എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഗുണ്ടയാണ് അയാൾ. നമ്മൾ ഗുണ്ട എന്നാണ് പറയുന്നത്. 10-32 കേസുകളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്. ഈ 5 അടി 10 ഇഞ്ച് 15 ഇഞ്ച് വരെ അതിനൊത്ത അറിവുള്ള ഒരാളും കൂസാത്തൂരത്തിനാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മളെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ മിടുക്കനായ ഒരാളാണ് ഈ ഫൈസൽ. ഒരു തമ്മനം ഫൈസലിനെ നമ്മൾ തമ്മനം ഫൈസലിൻ്റെ വീട് ആലുവയിലാണ്. തമ്മനം എന്ന് വിളിക്കുമെങ്കിലും അയാളുടെ വീട് ആലുവയിലാണ്. അപ്പോൾ അയാളുടെ ഒരു ദിവസം നമ്മൾ വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തി. അതിൻ്റെ വീടിൻ്റെ മേലെ നിന്ന് ചാടിയപ്പോൾ കാലിന് ചെറുതായിട്ട് പരിക്ക് പറ്റി. അയാളെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റിയത്. അന്നത്തെ കളവശ്ശേരി SI മഹേഷൊക്കെ കൂടി അയാളെ നമുക്ക് അറസ്റ്റ് ചെയ്തു, സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പോൾ അയാളെന്നും ഒരു ഭീഷണിയുടെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ്. പലപ്പോഴും അയാൾ എന്നെ ഇല്ല എൻ്റെ വീട്ടുകാരെയൊക്കെ ശരിയാക്കും, അല്ല എൻ്റെ അനുജനെ അയാൾക്ക് അറിയാം, അനുജനെ പറ്റി അറിയാം, അവന് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നാലും ശക്തമായ പോലീസ് ചോദ്യം ചെയ്യൽ ചില കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞെങ്കിലും ചിലതൊന്നും അയാൾ പറഞ്ഞില്ല. ഉണ്ണിരാജ IPS ആണ് ഈ പറഞ്ഞത് അല്ലേ? ശരിയല്ലേ? പുള്ളിയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യ കാലഘട്ടങ്ങളിൽ ചെറുപ്പകാലത്തുണ്ടായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇത്തിരി തല്ലുകൊടുത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ടല്ലേ. ആ സമയത്ത് ഉണ്ണിരാജ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചാർജ് എടുക്കുകയും ഉണ്ണിരാജ ആയിസജി എന്ന് പറയുന്ന ഒരു പ്രതിനെ പിടിക്കാൻ വേണ്ടി. ആയിസജി എന്ന് വെച്ചപ്പോൾ ഭയങ്കര കൊണ്ടുവരുന്നു. പുള്ളി എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ശരിയാണ്, ആയിസജി അല്ലേ? അതെ. പക്ഷെ ഞാൻ പുള്ളിനെ സഹായിക്കാനോ ഒന്നിനും പോയിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത്, അതിപ്പോൾ 1000 സുഹൃത്തുക്കളിൽ ഒരാൾ. പക്ഷേ അതിന് എന്നെ ഉണ്ണിരാജ പിടിച്ചുകൊണ്ടും പോവുകയും കള്ളക്കേസ് വെച്ചെഴുതുകയും അതിക്രൂരമായിട്ട് നമ്മളെ പീഡിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് ദേഷ്യം വരുമല്ലോ. നമ്മളിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് അതിനും ഉണ്ടായിരിക്കുള്ളൂ. തെറ്റ് ചെയ്താൽ എന്നെ പിടിച്ച് ഒരു കേസിൽ പ്രതിയാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഈ ഉണ്ണിരാജ IPS ഭീഷണിപ്പെടുത്തിയോ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. താങ്കൾ ഈ പോലീസുകാരൊക്കെ ഭീഷണിപ്പെടുത്തുമ്പോ താങ്കൾക്ക് ഭയമില്ല? നമ്മുടെ അവസ്ഥ അതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കള്ളക്കേസിൽ കൊടുക്കുകയാണ്. വേറൊരാളെ അയാളെ കിട്ടിയില്ലെങ്കിൽ നീ ഈ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് കേസിൽ പ്രതിയാക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ പ്രതികരിക്കും, അങ്ങനെ വെച്ചെടുക്കും. അതാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ ആ വൈരാഗ്യം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആ സമയത്ത് നമ്മൾ പ്രതികരിച്ചു. എങ്ങനെയാണ് ഈ തമ്മനം ഫൈസൽ ആയത്? അതായത് 1999 കാലഘട്ടത്തിൽ ഞാൻ തമ്മനത്തുനിന്ന് ആലുവയിൽ വന്ന് താമസിക്കുകയാണ്. അപ്പോൾ
ആലുവയിൽ വന്ന് താമസിച്ചപ്പോൾ ആലുവയിൽ ഒരു മുസ്ലിംസിൻ്റെ ഏരിയ ഉള്ള കൂടുതൽ മെജോറിറ്റി മുസ്ലിംസിനുള്ള ഏരിയ. ആലുവയിൽ കുറേ ഫൈസലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, അത് ആ തമ്മനത്ത് നിന്ന ഫൈസലല്ലേ? അങ്ങനെ ചോദിച്ച് അതങ്ങനെ തമ്മനം ഫൈസലായി മാറി. പിന്നെ നമുക്ക് നമ്മുടെ ആശാനുണ്ടല്ലോ, അയാളും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അതങ്ങനെയായി. അപ്പം അങ്ങനെയാണ് തമ്മനം ഫൈസലായത് അല്ലേ? ഇപ്പം എത്രത്തോളം കേസുണ്ട്? ഇപ്പം പഴയ കേസുകളൊക്കെ ഒരു 3-4 ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം തീർന്നു. ഇപ്പം ജയിലിൽ കിടന്നപ്പോഴുള്ള അനുഭവം എന്താണ്? ജയിലിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ശോചനീയമാണ്. നമുക്കതിൽ താല്പര്യമില്ല ജയിലിൽ കിടക്കാൻ, നമുക്ക് പ്രശ്നം ഉണ്ടാക്കാനും താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് എന്നാൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേറെ ഇനി മറുപടി കൊടുത്തേ തീരുമെന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ടി വരും. നമ്മളായിട്ട് ഒരാളെ തല്ലാനോ പിടിപ്പിക്കാനോ ഒരു പരിപാടിക്കും പോകണം. ഈ നാട്ടിൽ നമ്മളിവിടെ 8 വർഷമായി ഞാനിപ്പോൾ അങ്കമാലിൽ താമസിക്കുന്നത്. ഈ അങ്കമാലിൽ ഭാര്യ വീടിൻ്റെ അടുത്താണ്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾക്ക് നമ്മളോട് എതിരില്ലാത്ത എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളങ്ങനെ ശല്യം പെടുത്താനോ അല്ലെങ്കിൽ ഗ്യാങ് കൂടി വഴിയിൽ ശല്യം ചെയ്യാനോ ഒരു കാര്യത്തിൽ നിൽക്കുന്നില്ല. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ റൗഡിയല്ല, മനസ്സിലായി? നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിപ്പിക്കാറില്ല. ഒരു പ്രശ്നങ്ങൾക്ക് തന്നെ സംസാരിക്കാൻ പോലും വിളിക്കാറില്ല. കാരണം എന്താ, നമ്മുടെ പ്രശ്നം ഉണ്ടെങ്കിലല്ലേ വിളിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 107 എന്ന് പറയുന്ന ഒരു കേസ് എടുത്തിരുന്നു ഇവിടുത്തെ പോലീസുകാർ. വെറുതെ എടുക്കണതാണ്. കാരണം ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടകളെ അമർച്ച ചെയ്യുക എന്നുള്ള ഇതിലെ മെയിൻ ഉദ്ദേശം. എന്നിട്ട് അത് കോടതി ചെന്നപ്പോൾ കളക്ടർ അത് എടുത്ത് കളഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിലവിൽ ഇവിടെ സ്റ്റേഷനിൽ പരിധിയിൽ എനിക്ക് കേസില്ല. അപ്പോൾ പിന്നെ അത് അങ്ങനെ വിട്ടുകളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് നിലവിൽ ഇവിടെ വേറെ പ്രശ്നങ്ങളോ ഞാനിവിടെ നാട്ടുകാരായിട്ടൊരു തല്ലുകൊടുത്തമോ ഒന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ ഈ ആലപ്പുഴയിൽ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ കുറേ ഗുണ്ടകളെല്ലാം കൂടെ ഒത്തുകൂടി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത മാതൃഭൂമിയും മീഡിയ വണ്ണൊക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു സീനൊന്ന് കാണാം. അതിൽ തമ്മനം ഫൈസൽ ഇട്ടേക്കുന്ന സിംഹത്തിൻ്റെ മോതിരം ഭയങ്കര ഹിറ്റായാണ്. കുറേ ചെറുപ്പക്കാർ അതൊക്കെ ഏറ്റെടുത്ത് തമ്മനം ഫൈസൽ ഫാൻസ് തുടങ്ങി, തമ്മനം ഫൈസൽക്ക് ആരാധകരങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മാതൃഭൂമിയും ഈ പറഞ്ഞ മീഡിയ വണ്ണൊക്കെ ഇട്ടത്. അതിൻ്റെ സത്യാവസ്ഥ എന്താ? നിങ്ങൾ ഏത് റിസോർട്ടിലാണ് നിങ്ങൾ ഒത്തുകൂടിയത്? ഈ ഗുണ്ടകളൊക്കെ ആയിട്ട് ഒത്തുകൂടിയെന്നും പറഞ്ഞുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായി. അത് ഏത് റിസോർട്ടാണ്? അത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മൈക്കിൾ എന്ന പേര്. മൈക്കിളിൻ്റെ കൊച്ചിൻ്റെ മാമോദിസയായിരുന്നു. ഈ മൈക്കിളിവിടെ ഉള്ള മൈക്കിള് കലകൂര് ഭാഗത്തുള്ള ആലപ്പുഴ. അപ്പോൾ അവിടെ റിസോർട്ടിലൊന്നുമല്ല, ഒരു പള്ളി വക ഹാളിലാണ് ഞങ്ങൾ കൂടിയത്. അത് പള്ളിയിലെ ഇതിൽ ഞാൻ കൊച്ചിൻ്റെ തലതൊട്ടപ്പനായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ആൾക്കാർ, നമ്മുടെ ഇപ്പോൾ എവിടെ ചെന്നാലും ആൾക്കാരൊക്കെ വരാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്, വീഡിയോ എടുക്കാറുണ്ട്. അത് നമ്മൾ ഓക്കെ. ഈ വീഡിയോ കണ്ടപ്പോഴേ എന്താണ് തോന്നിയത്? വാർത്തയിൽ ഇത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിശയിക്കുകയായിരുന്നു. കാരണം നമ്മളവിടെ ഒരു ഗുണ്ടായിസമോ ഒന്നും കാണിക്കാൻ പോയതല്ലല്ലോ. നമ്മളൊരു ഫംഗ്ഷന് പോയി, ഞാനും വൈഫും പിള്ളേരും കൂടി തിരിച്ചു പോന്നു. അതിൽ അവിടെ വേറെ ഒരു ഗുണ്ടായിസം കാണിക്കാനോ അല്ലെങ്കിൽ മൈക്കിൾ വിളിച്ച ആൾക്കാർ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. നമുക്കിപ്പോൾ വീഡിയോ എടുക്കണം, ഒരാൾ പറഞ്ഞാൽ എനിക്ക് സെൽഫി എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നിന്ന് കൊടുത്തു. എന്നെ ആലപ്പുഴ പോലീസ് വിളിപ്പിക്കാനോ അതിനെപ്പറ്റി ചോദ്യം ചെയ്യാനോ ഒന്നും ഇരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൈക്കിളിനോട് ചോദിച്ചപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ആലപ്പുഴ പോലീസിന് മനസ്സിലായി. അപ്പോൾ പിന്നെ അവിടെ വേറെ അങ്ങനെ വർത്തമാനങ്ങൾ പറയേണ്ട ഒരു ആവശ്യം വന്നില്ല. എന്നോട് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യും ഒരു ഫോൺ കോൾ പോലും വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ കയ്യിൽ കിടക്കുന്ന മോതിരം എന്ന് കാണിച്ചത് ഇതാണ് ആ സിംഹ മോതിരം അല്ലേ? വൈറലായ ആ മോതിരം. ഇതുകൊണ്ട് താങ്കൾ ശത്രുക്കളെ ഇടിക്കുമ്പോൾ മുഖത്ത് ഈ സിംഹത്തിന്റെ പഞ്ച് വരുത്താറുണ്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ? പച്ചക്കള്ളമാണ്, അങ്ങനത്തെ ഒരു പരിപാടികളൊന്നുമില്ല. ശത്രുക്കളെ ഇടിക്കുമ്പോൾ ഈ സിംഹത്തിന്റെ മോതിരം മുഖത്തുണ്ടാവും, ഈ മോതിരത്തിന്റെ പാടുകൾ. അപ്പോൾ അറിയാൻ പറ്റും കണ്ണാടിയിൽ വെക്കുമ്പോൾ തമ്മനം ഫൈസൽ ഇടിച്ചാണ്, അങ്ങനെയൊക്കെ ഒരു സംഭവം കേൾക്കുന്നത് ശരിയാണ്. പച്ചക്കള്ളമാണ്. ഇതൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഇത് ചളങ്ങൂലേ? ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് മോഡിങ് അല്ലേ? ഇത് നമുക്ക് ഇതെല്ലാം മുട്ടിക്കഴിഞ്ഞാൽ ചളങ്ങും ചിലപ്പോൾ. കാര്യം കനമുള്ളതാണ്, എന്നാലും അത് അങ്ങനെ പ്രഷറൊക്കെ വന്നാൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് എന്താ ഇപ്പോൾ പഠിച്ചേക്കണം? ബ്ലാക്ക് ബെൽറ്റൊക്കെ എടുത്തിട്ട് വർഷങ്ങളായി. ഇപ്പോൾ പഠിക്കണ്ട എന്താ സംഭവം? ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലോ. തമ്മനം ഫൈസല കുറച്ച് ടീം കാണുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് വെച്ച് കാണുമ്പോൾ തമ്മനം ഫൈസൽ ചിരിക്കാറില്ല. തമ്മനം ഫൈസലെ കാണുമ്പോൾ തന്നെ പേടിയാണ്. തമ്മനം ഫൈസലിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം പോക്കാണെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ വെറുതെ അടിച്ചിറങ്ങാണ്. എന്താ ഇതിങ്ങനെ ഇങ്ങനെ കരക്കമ്പി എന്ന് പറയും, ഇങ്ങനെ 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 ഇറക്കിക്കൊണ്ടിരിക്കുക. താങ്കളുടെ കയ്യിൽ താങ്കളുടെ ശത്രുവിനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ മൃഗീയമായിട്ട് മർദ്ദിക്കും എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. ഇവിടുത്തെ അല്ല, പൊതുവെ ഉള്ള സംസാരം. ഇതൊക്കെ കരക്കമ്പിയാണ്, ഇതൊക്കെ അടിച്ചിറങ്ങാണ്. നമ്മളിപ്പോൾ ശത്രുക്കളായിട്ട് അടി ഉണ്ടാകാറുണ്ട്, അങ്ങനെ അടി ഉണ്ടാവും, അതോടെ കഴിഞ്ഞു മാത്രമല്ല, അല്ലാതെ ഇതിൽ വേറെന്താ. അല്ല, ഇങ്ങനെ ഈ അടിപിടി ഉണ്ടാക്കുമ്പോഴേ നമുക്ക് വീണ്ടും ഒരു ഭയമൊന്നും തോന്നാറില്ല മനസ്സിൽ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്ക് മനസ്സിലാവും, എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. ഭയമില്ല? അല്ല, ഭയം എന്തിനാണ്? നമ്മളെ ശത്രുക്കൾ നമുക്കത്ര വലിയ പേടിയൊന്നും തോന്നുന്ന ടീമൊന്നുമല്ല. എനിക്ക് അങ്ങനെ വലിയതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അതിവിടെ കുറെ ആൾക്കാർ പറഞ്ഞു താങ്കൾക്ക് ഭയമില്ലാത്ത ഒരാളാണ്, 5 പേരൊന്നും നിടിക്കുക. അതൊക്കെ ശരിയാണ്? കരക്കമ്പിയാണ് കേൾക്കണം. കരക്കമ്പി എന്ന് പറഞ്ഞാൽ കരാട്ടെ പഠിച്ചിട്ടുണ്ടല്ലോ, മാർഷൽ ആർട്ടിസ്റ്റിന് 5 പേരൊന്നും ഒന്നുമല്ല. ഇപ്പൊ പുതിയ ഗുണ്ടകളോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കുറെ പിള്ളേർ പുതിയ തലമുറകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഗുണ്ടകളൊക്കെ. അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണം എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് കുറെ ഈ ആവശ്യമില്ലാത്ത കുറെ പേരുകളും ഒക്കെയാണ് ഉണ്ടായത്. നമ്മൾ പണിയെടുത്താൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതായത് കുറെ ഫാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളറിയാൻ പാടാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. അപ്പോൾ ഈ ഫാൻസിൽ പലരും പലതും ഫൈസലിൻ്റെ ആൾക്കാരെന്നൊക്കെ പറയും. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് വല്ല കേസുണ്ടായി കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ വേറെ ഫൈസലിന്റെ പേരൊക്കെ 2000 കാലഘട്ടങ്ങളിൽ, 2005 കാലഘട്ടങ്ങളിൽ എന്നെ ഒരുപാട് കേസിൽ പോലീസ് പ്രതിയാക്കിയിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അതായത് ഈ കൂട്ടുകാർ അവിടെ പ്രശ്നം ഉണ്ടാക്കി, അപ്പോൾ അവർ നമ്മുടെ കൂട്ടുകാരാണ് എന്നുള്ള ബേസിലൊക്കെ നമ്മളെ പ്രതിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനിതിൽ ശരിക്കും പ്രതിയല്ല, എനിക്ക് വായും മനസ്സും അറിയില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, പ്രതിയാക്കി. അതെല്ലാം കേസ് വെറുതെ വിടുകയും ചെയ്തു. അമ്മനം ജംഗ്ഷനിലിട്ട് അഡ്വക്കേറ്റ് മാനുവലിനെ പറ്റിയൊരു കേസില്ലേ? ഉണ്ട്. 1997 കാലഘട്ടമാണ്, 99 കാലഘട്ടമാണ്. അതെന്താ സംഭവം? ഈ മാനുവൽ എന്ന് പറയുന്ന പുള്ളി എൻ്റെ ഫാദറിനെ, എൻ്റെ അപ്പനെ എൻ്റെ കൺമുമ്പിലിട്ട് ഇടിച്ചു. കൺമുമ്പിൽ ഇടിച്ചു? അന്ന് ഞാൻ 18 വയസ്സുള്ളൊരു പയ്യനാണ്. അപ്പം അപ്പനിടിച്ചപ്പോൾ നമ്മൾ പ്രതികരിച്ചു, അയാളെ ഞാൻ വിട്ടേക്ക് ചെയ്തു. ഈ മാണിക്കുട്ടി പറ്റിയല്ലേ? ആ കേസ് എന്താ ഇപ്പോൾ? ആ കേസ് ഹൈക്കോടതിയിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പം അത് അങ്ങനെ ചെറുപ്പം നാളിൽ അതാണ് ഫസ്റ്റ് കേസ് അല്ലേ? അതെ. അവിടെ നിന്നാണ് പിന്നെ തമ്മനം ഫൈസലിന്റെ വളർച്ച. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആലുവക്ക് വരുന്നത്. അപ്പോഴാണ് ഈ പേര് വരികയും. ഈ ആലുവയിൽ താങ്കൾ മീൻ മേടിക്കാൻ ചെന്നപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരാൾ പറഞ്ഞടാ, ഒരു കുപ്രസിദ്ധ ഗുണ്ടയാണ് ആലുവല അന്നത്തെ കാലത്ത്, എടാ നിനക്ക് ഇവിടെ നിന്ന് മീനില്ല എന്നും പറഞ്ഞ് ഫൈസലെ പിടിച്ച് തള്ളിയിടുകയും അവൻ്റെ 2 കൈ ഓടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല? സംഭവം ശരിയാണ്? ആലുവയിൽ പണ്ട് മീൻ മേടിക്കാൻ വന്നപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ സംഭവം കേൾക്കണ്ടത് ശരിയാണെന്ന് അറിയാമോ? ഇതൊക്കെ കരക്കമ്പിയാണ്, ഇതൊക്കെ വെറുതെ അടിച്ചിറങ്ങണം. മീൻ മേടിക്കാൻ വന്ന് തല്ലില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത കടയിൽ പോകും. അല്ലാതെ അവൻ കച്ചവടം അവന് തന്നെ നഷ്ടം, അല്ലാതെ എനിക്കാണ് നഷ്ടം. ഒരു മീൻ കച്ചവടം നടന്നില്ലെങ്കിൽ അവനല്ല നഷ്ടം. ഞാൻ അടുത്ത കടയിൽ പോകും, നല്ല മീനുള്ള സ്ഥലത്ത് നമ്മൾ പോയി മേടിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ വൈപ്പിനിൽ പോയി മേടിക്കും. അതാണ് നമ്മുടെ സ്റ്റൈല്. ഇതൊക്കെ ഇങ്ങനെ കരക്കമ്പികളെ അടിച്ചിറക്കാണ്. നമ്മുടെ പ്രചരണമാണോ? തമ്മനം ഫൈസലിൽ ഇപ്പൊ ശത്രുക്കളുണ്ടോ? ശത്രുക്കളല്ലേ ഉള്ളൂ. അതെ, ഇഷ്ടംപോലെ ശത്രുക്കളാണ്. ഇഷ്ടമാണ്. അതൊക്കെ അങ്ങനെ കിടക്കും. താങ്കൾക്ക് ആരും ഭയമില്ല? കിടക്കും, ഒരു സൈഡ് കിടക്കട്ടെ. താങ്കൾക്ക് ആർക്കും ഭയമില്ലെന്നോ? അതവിടെ കിടക്കട്ടെ. പോലീസുകാരെ വിളിപ്പിച്ചത് എന്ത് പറഞ്ഞു? ഈ മാതൃഭൂമി വിട്ട ന്യൂസിന്റെ? ഇല്ല, അതുമായിട്ട് യാതൊരു ബന്ധവും വിളിപ്പിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ ശത്രുക്കളായി പട്ടിക്കൂടി കൊണ്ട് പൂട്ടിട്ടു ശരിയാണ്? പണ്ട് കാലത്ത് അതെന്ത് സംഭവം എന്താണ്? നിങ്ങൾ ആരാണെയും പിടിച്ചിട്ടും വന്നിട്ട് പട്ടിക്കൂടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടു എന്നൊക്കെ പറയണ്ടല്ലോ, അത് ശരിയാണ് സംഭവം? അതൊക്കെ 2000 കാലഘട്ടത്തിലല്ലേ, 2000-ലെ കഥയല്ലേ? അതൊക്കെ ഇപ്പൊ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അതിപ്പോ ഇങ്ങനെ അടിച്ചിറക്കല്ലേ? അല്ല, അതൊക്കെ കേസുണ്ടായല്ലേ? കേസുണ്ടായി. നിങ്ങളിപ്പോൾ ഈ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പട്ടിക്കൂട്ടിട്ട് കൊണ്ടുമ്പോൾ ഒന്നും അവരൊന്നും പ്രതികരിക്കൂലേ ഈ ടീം? ഈ പട്ടിക്കൂട്ടി കിടക്കണവരാണല്ലോ ശത്രുക്കള്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. താമസിക്കണവരെ താങ്കളൊപ്പം കുറേ ഗുണ്ടകളുണ്ട് ഇതിനുള്ളിൽ. നല്ല ജിമ്മന്മാരാണ്, ഒക്കെ ആരുടെ പൊക്കോളടി. അപ്പം ഞാൻ ഗേറ്റ് തുറന്നവനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ് പേടിച്ചു പോയി. താങ്കളെ പണിക്കാരാണ്? 4 പേരുണ്ട്. ഈ പണിക്കാരെന്ന് വെച്ചാൽ എന്താണ് സംഭവം? ടിപ്പർ, ടാങ്കർ അങ്ങനെയൊക്കെ ഉള്ള വർക്കേഴ്സാണ്. താങ്കൾക്ക് ടിപ്പറും ടാങ്കറൊക്കെ ഉണ്ടല്ലേ, ലോറിയൊക്കെ? അതിൻ്റെയൊക്കെ വർക്കേഴ്സാണ്. അതെ. എന്നിട്ട് കരക്കമ്പി ഇതൊക്കെ ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കും. പട്ടികളെ കഴിച്ച് വിടും ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ പട്ടിയുടെ സൗണ്ടൊക്കെ ഇട്ട് ഞാൻ പട്ടിയുണ്ട്, 2 പട്ടിയുണ്ട്. പട്ടിയുണ്ടല്ലേ? അതിന് ട്രെയിനിങ്ങും കൊടുത്ത പട്ടിയാണ്? ട്രെയിനിങ് കൊടുത്താൽ അതാണ് കുറേ പേര് ഇങ്ങനെ പൈസ മേടിച്ചിട്ട് സൂക്ഷിക്കണം, പട്ടി മണക്കും, എല്ലാം ട്രെയിനിങ് കൊടുത്ത സാധനം എന്നൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് അറിയാൻ.
ഡോബർമാനും പിപ്പുള്ളും ഉണ്ടായിരുന്നു. ആ ഇപ്പൊ വേറെ പട്ടിനെ ഞാൻ മേടിച്ചു, പിപ്പുള്ളിനെ കൊടുത്തു. മേടിച്ചല്ലേ? ഈ ഉണ്ണിരാജ സാറിനെ കാണാറുണ്ടോ? ഇല്ലല്ലേ? കാണാറല്ലേ? ഇപ്പൊ എന്തെങ്കിലും കണ്ടോ ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട്? ഇല്ല. മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞോട്ടാ. സംഭവം വെച്ചാല് തമ്മനത്ത് അഡ്വക്കേറ്റ് മാനുവലിനെ കുതുകാലി വെട്ടിയ സംഭവം ഉണ്ടായി. അന്ന് ഭയങ്കര സംഭവം, പത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ആ സംഭവം. വളരെ ഒരു വിവാദമായ ഒരു കേസായിരുന്നു. അഡ്വക്കേറ്റ് മാനുവലിനെ തട്ടിക്കൊണ്ടുപോയിട്ട് വെട്ടി നിങ്ങളുടെ തമ്മനം ജംഗ്ഷനിൽ ഇട്ടിട്ട് പോയെന്നൊക്കെ പറഞ്ഞു. അതെന്ത് സംഭവം ഒന്ന് കറക്റ്റ് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? അത് എൻ്റെ ഫാദറിനെ ഈ അഡ്വക്കേറ്റ് മാനുവലാണ് തല്ലിയത്. ഈ ഫാദർ മാനുവൽ തല്ലി എന്തിനാ? ഈ ഞങ്ങൾ തൊട്ടടുത്തുള്ളതാണ്. ഞങ്ങളുടെ ഫാമിലി ഭയങ്കര പേര് കേട്ട ഫാമിലി, മുടവത്തിൽ എന്ന് പറയും. അവരുടെ പള്ളത്താണ്. അപ്പൊ ഇതില് ഒരു ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നം പറഞ്ഞിട്ടാണ് തല്ലിയത്. കാര്യമില്ലാത്ത കാര്യത്തിനാണ് തല്ലിയത്. അപ്പൊ ഈ തല്ലിയപ്പോൾ നമ്മൾ ചെറുപ്പമായതുകൊണ്ടും ആ ചോരത്തിളപ്പിന്റെ പുറത്തുമാണ് നമ്മൾ ഇത് ചെയ്തത്. ഞാനും വൈറ്റിലുള്ള നമ്മുടെ ഒരു ഇന്റിമേറ്റ് ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ പുള്ളിയും ഒരു 5-6 പേരും കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. അവരൊക്കെ ഗുണ്ടകളായിരുന്നു? അങ്ങനെ ഗുണ്ടകളൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അവർ പേരെടുത്തു. പിന്നെ പേപ്പറിൽ ഫുൾ ന്യൂസായിരുന്നല്ലോ. ഒരാഴ്ച 2 ആഴ്ച ന്യൂസായിരുന്നു. അപ്പൊ അതില് എല്ലാരും ഗുണ്ടകളായി മാറി. അങ്ങനെ നിങ്ങൾ ആദ്യത്തെ ജയിൽവാസം അല്ലേ? അപ്പൊ നിങ്ങൾ ഇയാളെ ഈ മാണിക്കുട്ടിനെ വിളിച്ചു വരുത്തിയാണോ? എന്താ സംഭവം? അല്ലല്ല, പുള്ളി വന്നതാണ് വൈദ്യുതി. നിങ്ങൾ സോൾവ് ചെയ്യാൻ വിളിച്ചാന്നൊക്കെ ഉള്ള കാര്യം? പുള്ളി വന്നതാണ്, ഭീഷണിപ്പെടുത്താൻ വന്ന. പുള്ളി നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വന്നു? പുള്ളി അത്യാവശ്യം നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി നമ്മുടെ അടുത്ത് ഡയലോഗ് ഇടാൻ വന്നാണ്. അന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഫാദറിനെ തല്ലിയ ദേഷ്യവും എല്ലാം കൂടി ആയപ്പോൾ നമ്മൾ കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇതിനെപ്പറ്റി മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായ ഞാനിങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊക്കെ? ഫാദറിനെ തല്ലിയതിന് നമ്മൾ തല്ലി. ഇനിയിപ്പോൾ എൻ്റെ ഫാദറിനെ മരിച്ചുപോയി. ഞാൻ തല്ലിയാലും നമ്മൾ തിരിച്ച് തല്ലുമെന്ന് തന്നെയാണ് എൻ്റെ ആൻസർ. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തമാശ നോക്കിക്കോ. പലരും നോക്കിക്കായിരിക്കും. എൻ്റെ ഒരു ചിന്താഗതി ഇങ്ങനെ. താങ്കൾക്ക് ആരെയും ഭയമില്ല? അല്ല, ഭയമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഭയമില്ലെന്നല്ല, നമ്മളുടെ രക്തങ്ങളാണല്ലോ ഇതൊക്കെ. തൊടുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കണം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ വെച്ചാൽ എർത്തടിക്കും. എന്തേ ഈ മാണിക്കുട്ടിനെ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ സംസാരിക്കാറൊക്കെ ഉണ്ടോ? സംസാരിക്കാം. അപ്പം എന്താണ് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. അപ്പോൾ പഴയ ആ വൈരാഗ്യം ഒന്നുമില്ല? വൈരാഗ്യം ഉണ്ടല്ലോ. പുള്ളി അപ്പം തന്നെ നക്സലൈറ്റുകാരെ വിട്ടു. എന്നാ വഴിയിലിട്ട് വെട്ടാനൊക്കെ ശ്രമിച്ചു. നക്സലൈറ്റുകാരെ എന്തുകൊണ്ടാണ് പുള്ളി വിട്ടത്? പുള്ളി നക്സലൈറ്റിന്റെ ഒരു നേതാവാണ് ഈ മാണിക്കുട്ടി. പുള്ളി എനിക്കറിയില്ലായിരുന്നു. പുള്ളി നക്സലൈറ്റിന്റെ ഒരു ഭയങ്കര നേതാവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നക്സലൈറ്റിന്റെ നേതാക്കന്മാർ ഒരു 4 പേര് വന്ന് 3 പേര് വന്ന് എന്നെ വളഞ്ഞിട്ട് വെട്ടൊക്കെ ചെയ്തു. വെട്ടുകിട്ടിയോ? വെട്ട് അങ്ങനെ മുറിഞ്ഞൊന്നുമില്ല, ഞാൻ മാറി ചാടിക്കളഞ്ഞു. അപ്പോൾ കുറേ വെട്ടി ഒരുപാടുണ്ട്, ഒരഞ്ഞു പോയി. അപ്പോൾ കൈകടൊക്കെ വെട്ടിട്ടി അല്ലേ? ഇങ്ങനെ ഒരുപാട് വെട്ടിയപ്പോൾ മാറി മാറി കൊടുക്കുമ്പോഴേ. പിന്നെ താങ്കളെ പോകാൻ പറഞ്ഞില്ലേ? എന്നെ അല്ലേ പോകാൻ പറഞ്ഞത്? ആ വൈകിട്ടുള്ള എൻ്റെ കൂട്ടുകാരൻ പുള്ളിയെ പോകാൻ പറഞ്ഞു. അത് ഒന്നും പറ്റിയില്ലേ? പുള്ളിയുടെ മേത്തൊക്കെ ചീട് കയറി. അത്രേ ഉള്ളൂ. എന്നെ വെട്ടി. ലാസ്റ്റ് ഞാൻ പിടിച്ചപ്പോൾ ഒരാളെ പിടിച്ച് ലോക്ക് ചെയ്തപ്പോൾ അയാൾ ഇങ്ങനെ വെട്ടിയപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? നിലവിൽ എനിക്കറിയാൻ പാടില്ല. പാർട്ടിയാണല്ലോ, CPIM അല്ലേ, അവരെന്തൊക്കെയാണ് തീരുമാനിക്കണേ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു പാർട്ടിയൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു അറ്റാക്ക് നടത്തുമ്പോഴേ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത് ഭയമില്ലെന്ന് ആലോചിക്കും? അത് നമുക്കറിയില്ലായിരുന്നു ഒന്ന് ആ സമയത്ത് അല്ലേ? ഇത് പാർട്ടിക്കാരനാണെന്ന് അറിയില്ല. രണ്ടാമത്തത് പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയി. ആലുവയിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉള്ള ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആലുവ മനാഫ് എന്ന് പറയുന്ന പുള്ളിയുടെ പേരൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ആലുവ മനാഫ്? ആലുവ മനാഫിന് 14 ജില്ലയിലും ഫാൻസുകാരുണ്ട്. ആലുവ മനാഫാണ് ഇപ്പോൾ ആലുവ ട്രെൻഡ്, ഫൈസലിൻ്റെ വലങ്കയ്യ എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. അത് കൂടാതെ നിങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതിൽ കുറേ ആൾക്കാർ അതിൽ ചേർന്നിട്ടുണ്ട്. എന്താണ് ആ ഗ്രൂപ്പ്? ആരാണ് ഈ ആലുവ മനാഫ് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ആലുവ മനാഫ് വളരെ ഡേഞ്ചറായിട്ടൊരു വ്യക്തിയാന്നൊക്കെ പറയുന്നുണ്ട് ആലുവ ചെന്നപ്പോൾ. അതൊക്കെ ശരിയാണോ സംഭവം? ഈ ആലുവ മനാഫ് ആരാണ് സംഭവം? ആലുവ മനാഫ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളിക്ക് കേസുകളുണ്ട്. പക്ഷേ പുള്ളി ഒരു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ പുള്ളിയും ഞാനും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒരു 500 പേരുടെ അടുത്തുണ്ട്. 500 പേരുടെ ഗ്രൂപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാവരും ഉണ്ട്. രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. പോലീസുകാരുണ്ടായില്ലേ? പോലീസുകാരുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട് അല്ലേ? അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം ഉള്ള ഒരു ഗ്രൂപ്പാണത്. അപ്പൊ ഒരു മിനിറ്റ്, ഈ ആലുവ മനാഫിന്റെ വീട്ടിലോട്ട് നിങ്ങൾ ഒരു റെഡ് കളർ താറ ജീപ്പിൽ വന്ന് ഇറങ്ങുന്ന സീനുണ്ട്. ഇതെന്താ സംഭവം? കുറെ വണ്ടികളിൽ പിള്ളേരും ആൾക്കാരും ആലുവ മനാഫിനെ കാണുമ്പോൾ നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നു, അവിടെ കുറെ ആൾക്കാരൊക്കെ കേൾക്കുന്നു. എന്താ സംഭവം എന്താണത്? അത് മനാഫിന്റെ കൊച്ചിന്റെ പരിപാടിക്ക് പോയതാണ്. കൊച്ചിന്റെ പരിപാടിക്ക് പോയതാണല്ലേ? പരിപാടിക്ക് പോയി, ഞാനും ഫാമിലി ആയിട്ടാണ് പോയത്. നിങ്ങൾ പരിപാടിക്ക് പോകുമ്പോൾ ഇങ്ങനെ നിരന്ന് വണ്ടികളായിട്ടാണ് പോകുന്നത്? അതങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ടാവുമല്ലോ. ഇപ്പം വിളിച്ച ആൾക്കാരെല്ലാവരും ഉണ്ടാവും. ഇപ്പം എല്ലാവരും കൂടി അങ്ങനെ. അല്ല, ഫൈസൽ പോകുമ്പോൾ ഫൈസലിന്റെ കാറിന്റെ പുറകിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, കുറെ വണ്ടികളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഫൈസൽ യാത്ര ചെയ്യുന്നതൊക്കെ പറഞ്ഞ അങ്ങനെ സംഭവം. അതൊക്കെ പച്ചക്കളുണ്ട്. ഞങ്ങൾ അങ്ങനെ ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനെ പോകാറ്. ഫംഗ്ഷൻ പോകുമ്പോൾ കമ്പനി അടിച്ച് അല്ലേ? കമ്പനിക്കാരൊക്കെ കൂടിയേ പോകാറ്. പോകും. അല്ലാത്തപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ല, നിങ്ങൾ കണ്ടാണല്ലോ. ഞാൻ ഒറ്റക്കല്ലാണ് ബുള്ളറ്റിന്. പിന്നെ ആലുവ മനാഫ് കുറെ പാവപ്പെട്ടവർക്ക് നന്മകൾ ചെയ്യുന്നു, ചാരിറ്റി ചെയ്യുന്നു എന്നൊക്കെ സംഭവം കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അപ്പം നമ്മളും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യണത്. അതിൽ ഞങ്ങളിപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങളൊരു കുഞ്ഞു കൊച്ചിന് പൊള്ളലേറ്റിട്ടുണ്ട്. അതിൽ ഞങ്ങളിപ്പോൾ എല്ലാവരും പിരിവിട്ടു. ഇപ്പോൾ ഒരു നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. അത് ആ ഗ്രൂപ്പില്ല? ഗ്രൂപ്പിൽ എല്ലാവരും പിരിവിടും, ഞാനും ഇടും. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു നന്മയുള്ള ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ പറ്റി ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത് ഗുണ്ടായിസം വളർത്തുന്ന ഗ്രൂപ്പാണ്, ആലുവ മനാഫും തമ്മനം ഫൈസലും കൂടിയാണ് ആ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഇതിലെ പ്രസിഡന്റ് ഒരു BJPയിലെ ആളാണ്, സെക്രട്ടറി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പിന്നെ ഖജാൻജി ഒരു കോൺഗ്രസ്സുകാരനാണ്. 3 രാഷ്ട്രീയക്കാരും ഈ ഗ്രൂപ്പിലുണ്ട്. പിന്നെ ലേഡീസ് ഉണ്ട്, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, വക്കീലുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഗുണ്ടായിസമാണെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ ഇതിൽ നിർത്തൂല്ല. ഞങ്ങളിതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചാർജും ഇല്ല. പക്ഷെ ഞങ്ങളാണിത് ഇത് മേൽനോട്ടം വഹിക്കുന്നത്. ഞങ്ങളാണ് പറയണത് ഇന്ന ആൾക്കാർക്ക് സുഖമില്ല, അതിൻ്റെ ഫുൾ രേഖ മേടിച്ച് നമ്മളിത് വെരിഫൈ ചെയ്ത് ഇത് സത്യമാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ഗ്രൂപ്പിൽ പറയുമ്പോൾ എല്ലാവരോടും നമ്മൾ പറയണത് വെറും 100 രൂപ വെച്ചിടാനാണ് പറഞ്ഞത്. അപ്പോൾ 500 പേരുണ്ടല്ലോ, അപ്പം തന്നെ 50,000 രൂപയായി. അങ്ങനെ കൊടുക്കാറുണ്ട്. ചിലവർ ഇടും, ചിലവർ സ്നേഹമുള്ള. ഇപ്പം പലരും ചിലപ്പോൾ 500 രൂപ ഇടുന്നവരുണ്ട്, 1000 രൂപ ഇടുന്നുണ്ട്. ഇന്നൊരാൾ 5000 രൂപ ഇട്ടു, ബിബു എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്. അപ്പോൾ അങ്ങനെ ഇടുന്നവരും ഉണ്ട്, 100 ഇടുന്നവരുണ്ട്. 100 ഇട്ടാലും വിഷയമില്ല, 100 ഇട്ടാൽ മതി. അപ്പോൾ 500 പേരാകുമ്പോൾ 50,000 രൂപയായി. അപ്പം അങ്ങനെ ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ ബ്ലഡ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ബ്ലഡ് ബാങ്കായിട്ടൊക്കെ ബന്ധപ്പെടും. എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് ചെറുപ്പകാലത്തിൽ ഒരു അസുഖം വന്നതുകൊണ്ട് അതിന് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ ക്യാൻസൽ ആയി. അല്ലെങ്കിൽ ഞാൻ സ്ഥിരം കൊടുക്കാൻ തയ്യാറുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ആ ഗ്രൂപ്പ് കൊണ്ടുപോകണം അല്ലേ? അതുകൊണ്ട് ഫൈസലിനെ പോയി ആലപ്പുഴയിൽ വെച്ച് പുറകിൽ വെച്ച് പടക്കം സുനിയാന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ പടക്കം സുനിയെ കുറിച്ച് എന്താ പറയുള്ളത്? പടക്കം സുനി എൻ്റെ ഒരു സുഹൃത്താണ്. പടക്കം സുനി ഫൈസലിന്റെ പുറകിൽ നിന്നു, മനാഫ് നടുക്ക് നിന്നു, ഇപ്പുറത്ത് വേറെ ആൾക്കാരൊക്കെ നിന്നൊക്കെ പറഞ്ഞിങ്ങനെ വാർത്തയില ആലപ്പുഴയിലെ വാർത്ത സംഭവം ഉണ്ടായപ്പോൾ സുഹൃത്തുക്കളാണ്. അതൊരു അങ്ങനെ പോകുന്നു, പരിപാടിക്ക് പോകുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. ഈ പടക്കം സുനിയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നല്ലൊരു വ്യക്തിയാണ്, കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിലുള്ളതാണ്, ഈ ഗ്രൂപ്പിലുള്ളതാണ്. ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരാളെ മാത്രമായിട്ട് പറയാൻ പറ്റില്ല. ഈ 500 പേരും ഇതിൽ നമ്മളെ കൂടെ നിൽക്കണവരാണ്. 500 പേരും പൈസ ഇടുന്നുണ്ട്. ചിലപ്പോൾ 300 പേരിടും, അടുത്ത പ്രാവശ്യം വേറെ ആൾക്കാരിടും. ചിലപ്പോൾ ചിലവർ കാണൂല ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ഒരു 3-4 ദിവസം നമ്മൾ ഇതിനെ പറ്റി ഇങ്ങനെ നിരന്തരം പറയും. അപ്പോൾ ഇടുന്നവരിടും, ഞങ്ങളത് ലിസ്റ്റ് ഉണ്ടാക്കും. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നല്ലൊരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ 14 ജില്ലയിൽ ഇപ്പോൾ തമ്മനം ഫൈസലിനും ആലുവ മനാഫിനും കുറേ ഫാൻസുകാരായി. നിങ്ങളുടെ പോസ്റ്ററൊക്കെ മലപ്പുറത്തും കോഴിക്കോടൊക്കെ വെച്ചൊരു തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ അടുത്തൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തർ സ്നേഹം കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യണല്ലേ ഈ മലപ്പുറത്തും കോഴിക്കോടൊക്കെ? അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ സഹായം ചെയ്യുമ്പോഴേ, ഇപ്പോൾ അവർ പറയണം അവിടെ ഒരു സുഖമില്ല അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ പൈസ കൊടുത്ത് സഹായിക്കുന്നതുകൊണ്ട് അവർ ഇഷ്ടം കൊണ്ട് നമ്മൾ നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഗുണ്ടായിസമല്ല? ഗുണ്ടായിസം ഇതിലില്ല. ഇല്ല, ഈ ഗ്രൂപ്പിലും ഇല്ല. ഗ്രൂപ്പിൽ എന്തിനാ ഗുണ്ടായിസം? അതാ ചോദിച്ചത്, ഗുണ്ടായിസം ഈ ഗ്രൂപ്പിലുണ്ടോ എന്നൊക്കെ പല ആൾക്കാർക്കും സംശയമുണ്ട്. ഇല്ല. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരുണ്ടല്ലോ, നമ്മളിപ്പോൾ അവിടെ അതിൽ മോശമായിട്ടൊന്നും പറയില്ല. സ്ത്രീകളുണ്ട്, മാനേജർമാരായ സ്ത്രീകളുണ്ട്,
ഹൈക്കോടതിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, പല രീതിയിലുള്ള സ്ത്രീകളുണ്ട്. അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടോ അതില്? അഡ്വക്കേറ്റുമാരുണ്ട്. എല്ലാം പ്രമുഖമായ ആൾക്കാരാണ്, പിന്നെ ആൾക്കാരല്ല. മഹിളാ കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇതിലുണ്ട്. അപ്പോൾ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു സംസാരങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല. അത് നല്ല രീതിയിൽ പോകുന്നു. ഗ്രൂപ്പ് ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലില്ല. അപ്പം ഇനി പുതിയ തലമുറകളോട് അല്ലെങ്കിൽ ഗുണ്ടായുസം കാണിക്കുന്നവരൊക്കെ തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഗുണ്ടാത്തലവന് എന്താണ് പറയാനുള്ളത്? ഗുണ്ടായുസം കൊണ്ടേ പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല. പോലീസുകാരുടെ കയ്യിൽ നിന്ന് വെറുതെ ഇടി മേടിക്കാനും അല്ലെങ്കിൽ കുറേ നാൾ ജയിലിൽ കിടക്കാനും പിന്നെന്താ പറയുക, ഗുണ്ടാക്ട് പോലത്തുള്ള നിയമങ്ങളിൽ നമ്മൾ പെടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോവുക, ലൈഫ് സന്തോഷമായിട്ട് പോവുക എന്നാണ്. ജയിലിൽ കിടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ശത്രുക്കൾ വരുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യണമല്ലോ. അതിൽ വേറെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ശത്രുക്കൾ വരുമ്പോൾ നിങ്ങൾക്ക് കേസൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ? അത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ജയിലിൽ കിടക്കാൻ പേടിയില്ല നിങ്ങൾക്ക്? അല്ല, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ നമ്മുടെ ഇവിടെ വന്ന് നമ്മളെ തല്ലും കൊല്ലും എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കാൻ തയ്യാറാണെന്ന്. പക്ഷേ എന്നിട്ട് എന്തെങ്കിലും എന്ത് ചെയ്യും? അതാണ് ഫൈസലിൻ്റെ പോളിസി അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പരിപാടിയിലോട്ട് വന്നതിൽ നമുക്കൊരു ഇൻ്റർവ്യൂ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ആരും ഗുണ്ടകളാകരുത് അല്ലേ, നന്മകൾ ചെയ്യുക. അതെ അതെ. അല്ല, ഇനിയുള്ള തലമുറയൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരൊക്കെ ഇനി അടിച്ചുപൊളി ലൈഫല്ലേ, എല്ലാവരും എൻജോയ് ചെയ്യുന്നു. ഇനിയുള്ള കാലഘട്ടം നല്ല കാലഘട്ടമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും തമ്മനം ഫൈസലിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഗുണ്ടായുസം കൊണ്ടൊന്നും ഇവിടെ നിന്ന് നേടാനൊന്നുമില്ല. എല്ലാവരും ലൈഫ് അടിച്ചു പൊളിക്കുക, സന്തോഷിക്കുക അല്ലേ, ആഘോഷമാക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വെച്ച് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.